അപ്പോൾ ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. പറ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് ആഷ്ന, ഫ്രം കാസർഗോഡ്. കാസർഗോഡ് ഭാഷ പറ കേട്ടാ. കാസർഗോഡ് ഭാഷ നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ, നമുക്ക് രണ്ടാൾക്ക് നോഫാണ്, അതുകൊണ്ട് ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ്. കാര്യമായിട്ടൊന്നുമില്ല. കുക്കിംഗ് എന്നൊക്കെ പറയാൻ ബിരിയാണി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ചോറ് നാടൻ ഐറ്റംസ് പിടിക്കാൻ വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഓൾറെഡി അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് കാണാം. വിശേഷങ്ങളായിട്ട് നമുക്ക് ഇത് കണ്ടു ഗൈസ്, ഇത് എൻ്റെ ടോയ്സ് ആണ്. ഞാൻ മറ്റേ വെൻഡിങ് മെഷീൻ എടുത്തതാണ്. ഞാൻ ഇവിടെ ഒരു വെൻഡിങ് മെഷീൻ കില്ലടിയാണ് ഗൈസ്. ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്തോട്ട് കാണിച്ചിട്ട് അതൊക്കെ. അപ്പൊ നമ്മള് ഫ്രണ്ട് നോക്കുന്നുണ്ട്, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മള് പറ, ചോറുണ്ടാക്കാൻ വേണ്ടി അരി എടുക്കാണ്. നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ഫ്രണ്ട് ഇത് ഉണ്ടാക്കും. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നമ്മള് സൂപ്പർവൈസിംഗ് ആണ്. നമുക്കിപ്പോ ടോട്ടൽ 2 ഗ്ലാസ് വേണോ? ഇല്ല, ഫുൾ എടുക്കുന്നില്ല. ഓക്കെ, നമുക്കിപ്പോ 4 ആൾക്കാരുണ്ട്. ഈ അരി നല്ല ചോറ് കഴിക്കുന്നതുകൊണ്ട് നമ്മള് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. റെസിപ്പിയാണ് ഒക്കെ പറഞ്ഞു കൊടുക്കും, എന്റെ വ്യൂസിന് എല്ലാം അറിയണം. ഇനി നമ്മള് വെള്ളം ഇത് കഴുകണം. ഇത് കഴുകിയിട്ട് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം എടുക്കണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോ എത്ര അരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇത്ര വെള്ളം എടുക്കണോ, എന്നാലും നമ്മള് കറക്റ്റ്. ഇത് ഏതാ അരി എന്നറിയോ? ഇത് തഞ്ചാവൂർ കുറുവ. ഓക്കെ, ഇനി പയറ് നീളത്തിലാണ് നമ്മൾ മുറിക്കാൻ പ്ലാൻ ചെയ്തത്. നമ്മളിപ്പോ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കണത്. ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ഉണ്ട്. നമ്മള് ഫ്രൈ ആക്കാൻ പോണ എന്താ, നമ്മള് ഫ്രൈ ആക്കുന്ന എന്താ, സോസേജ് ഫ്രൈ ആണ്. സോസേജ് ഫ്രൈ. ഓൾസോ നമ്മളിൽ എന്തുണ്ട്, ഉപ്പിലിട്ട മാങ്ങുണ്ട് ഗൈസ്. വെള്ളം വരുന്നുണ്ടോ? ദുബായിൽ വന്നിട്ടൊക്കെ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അരി കഴുകാണ്. ഇല്ല, നിന്നെ കാണിക്കണില്ല. അരി വാങ്ങിട്ടാണ്. ഇവള് ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ്, പക്ഷെ ഇവള് എക്സ്ട്രോവേർട്ടാണ് ഗൈസ്. ഗൈസ് എല്ലാം സെറ്റാണ്. ചെറിയൊരു പ്രശ്നം, ഗ്യാസ് തീർന്നു. പോടാ, ഇത്രയും ദിവസം വെറുതെ ഉണ്ടായ ഗ്യാസ്. അപ്പൊ ഇങ്ങനത്തെ വേളകൾ ആനന്ദകരമാക്കാൻ നമുക്കൊരു ഓറഞ്ച് കഴിക്കാം. തൊലി നമുക്ക് ആദ്യം പറ്റിയ മിസ്റ്റേക്ക് എന്താണ്? നമുക്ക് അവിടെ പാളിയത്. അതുപോലെ അറിയാത്ത ആൾക്കാരാണ് കുക്ക് ചെയ്യാൻ കയറുന്നത്. ഈ മണ്ടി തന്നെ. ഇതിപ്പോ എന്താണ്, ഇതിപ്പോ നമുക്ക് 2 ഭാഗത്ത് തിരിച്ചു നോക്കാം. അതറിയുന്ന ഒരാള് ഇപ്പോഴും ഇവിടെ കുക്ക് ചെയ്യാൻ. ഇത് ഓഫാണ്, ഇത് ഓണം, ഇങ്ങോട്ടാണ് ഓണം. പോയി അത് ലാസ്റ്റത്തെ ഒരു വറ്റിയാണ് നമുക്ക് ഇത് പൊളിക്കും. കിച്ചൺ മാറാൻ പോവുകയാണ്. നമുക്ക് പിന്നെ ദുബായ് നമ്മളെ കൈന്റെ ഇവിടെ ആയോണ്ട് കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും പോകാം. നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്നല്ല കഴിക്കാം. പക്ഷെ നമ്മൾ കിച്ചൺ മാറും. അതാണ് നമ്മളങ്ങനെ വിട്ടുകൊടുക്കൂല, വെല്ലുവിളി ഏറ്റെടുക്കും. ചോറുണ്ടാക്കാൻ വിചാരിച്ചാൽ ഉണ്ടാക്കിയിരിക്കും. നമ്മളെ ഫ്രണ്ടിന്റെ തല കാണുന്നുണ്ട്. പക്ഷെ ക്യൂട്ട് തലയാണ് അവളിങ്ങനെ മതില് ചാരി നിൽക്കുന്നത്. അയ്യോ, ലിഫ്റ്റ് ബ്ലോക്ക് ആവും. റൂമിലെത്തി വരൂ. ഇതാണ് നമ്മളിപ്പോ റൂമിലെത്തിയിട്ടുണ്ട്. ബാക്കി അവളെ വിടേ റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് ഉണ്ട്, അതും ചെക്ക് ചെയ്യൂ ഗൈസ്. നോക്കണേ, ഇവിടുത്തെ ഗ്യാസ് ഉണ്ട്. കറിവേപ്പില എത്ര വേണ്ടേ? 2 കറിവേപ്പില ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പൊട്ടിക്കാനല്ലേ? കറിവേപ്പിലൊക്കെ വേണിക്കും. പോരണ്ടേ, നല്ലോണം കൈകണം ഗൈസ്. ആരാ ഈ ഗൈസിനെ കണ്ടുപിടിച്ചത്? ഈ ഗൈസ് തന്നെ. നീ വേറെ കണ്ടുപിടിച്ചു. ഹലോ ഗൂസ്, ഫ്രഷ് ലൈക്ക് ദാറ്റ് കറിവേപ്പില. ഞാൻ ഇവിടെ നോണ്ട് എന്താ ഒരു ഭയം പോലെ.
നമ്മള് ചോറ് ഓണാക്കി വെച്ചാ ചോറ് ഓണാക്കി വെച്ച ആരും ഒരു ഷെഫ് തന്നെ. ഞാൻ പറഞ്ഞു നമ്മള് കുക്ക് ചെയ്യാന്ന്, പക്ഷെ ആരും സമ്മതിക്കണില്ല. ആരൊക്കെ സ്വന്തം ചെയ്യണമെന്ന്. എന്താല്ലേ ഇതാണ് ആര്യന്റെ അമ്മ ഉണ്ടാക്കിയ കണ്ണിമാങ്ങ. എന്താണ് ഇതിന്റെ പേര്? ഉപ്പിലിട്ട് അല്ലേ എന്തോ പേര് പറയുന്നത്. ഓക്കെ. ഇൻട്രോവേർട്ട് കുട്ടി ഉണ്ടാക്കിയ ഇതെന്താ ആര്യന്റെ ചുള്ളിയൊക്കെ എടുത്തോണ്ട് ആര് കൊറേ സാധനങ്ങള് വീട്ടിൽ നിന്ന് കട്ടെടുത്തു നിക്കണേ. എന്നൊക്കെ ആര്യ പറയുന്നത്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ആഷ്ന വായിക്ക് തിന്നാൻ എന്തൊക്കെ തരാ പറഞ്ഞു. എന്താ ഉള്ളേ? ചോക്ലേറ്റ്. കരയാണ്. നിന്റെ സ്നേഹം അത് മതി. നല്ല സ്വാലിഹത്തായ കുട്ടിയാണ് ഗൈസ്. കണ്ടാ തന്നെ എല്ലാവർക്കും അറിയാം. 4 നേരമല്ല 5 നേരാണ്. ഒന്നും തടി നിന്നെ ഒന്നോള് സുബേക്ക് എണീക്കാത്തോണ്ട് മുക്കി. ഞാൻ ബാങ്ക് എത്ര മണിക്കാൻ ചോദിക്ക്? 4:01 ദുബായിക്ക് ഇപ്പോഴത്തെ സമയം അറിയോ? എനിക്കറിയാം. ഞാൻ 3:50 എണീക്കും. തിന്ന് ഫ്രൈക്കുള്ള സോസേജ് കട്ട് ചെയ്യാണ്. നമ്മളിങ്ങനെ വട്ടത്തിലാണ് വേണ്ടത് നമുക്ക്. ഇടത്തെ കയ്യിലാണ് അവള് കട്ട് ചെയ്യാന്. യെസ് ഗൈസ്, ലെഫ്റ്റ് ഹാൻഡാണ്. പറ മസാല. മസാല ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മളിട്ട് എന്താ കുരുമുളക് പൊടി ഇട്ടു. എടി മതിയടി, ഇത്ര കുറെ ഒന്നും വേണ്ട, നല്ല എരി ഉണ്ടാവൂട്ടാ. ഇതിനടുത്ത് നമുക്ക് ചിക്കൻ മസാല കുറച്ച് മതി ഇട്ടാ. മസാല ഓവറായ ടേസ്റ്റ് ഉണ്ടാവില്ല. മതി 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 മതി. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ പൊടി. ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെ വിഭവങ്ങളാണ് ആഷ്നപ്പുള്ളത്? ആഷ്ന പറയൂ. നമുക്ക് ചോറുണ്ട്, കാസർഗോഡ് ഭാഷ പറ. ചോറ്, പയറുകറി, സോസേജ്, മുട്ട കാച്ചി. പിന്നെ കാസർഗോഡ് ഭാഷ പറ. മുട്ട പൊരിച്ചത്. പിന്നെ നമുക്ക് കണ്ണിമാങ്ങ അച്ചാറും, അച്ചാറില്ല കണ്ണിമാങ്ങ, നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. പിന്നെ മാങ്ങ ഉപ്പിലിട്ടതുണ്ട്. ഫുള്ള് ഉപ്പിലിട്ടതുണ്ട്. 1000 ഫുള്ള് 30 kg 15 kg ഉപ്പിലിട്ടത്. ഇവിടെ വന്നിട്ട് അതിന് 10 കിലോ വെള്ളം 4 മാസമായി ഇതുവരെ തീർന്നിട്ടില്ല. നമ്മള് 15 കിലോ ഉപ്പിലിട്ടതാണ്. ഇത് മതിയില്ലേ? നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ഫുഡ് ഉണ്ടാക്കുമ്പോ മെയിനായിട്ട് ഒരു കാര്യം ചെയ്യണത് അപ്പത്തുണ്ടാക്കണം. ക്ലീൻ ആക്കണം. അപ്പഴത്തേനും ക്ലീൻ ആക്കണം. അതാണ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളെന്ത് ക്വാളിറ്റി. ക്വാളിറ്റി. അങ്ങനെയാണെങ്കിൽ അതിന് നീ ഫുഡ് ഉണ്ടാക്കണില്ലല്ലോ. നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാം. ഇതെല്ലാം എന്റെ റൂമിൽ നിന്ന് കട്ടെടുത്തോണ്ട്. ആഷ്ണന്റെ ഫണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക്. ആഷ്ന ഫാൻസ് ലൈക്ക് ഹിയർ. ഇങ്ങനെ 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 ഇട്ടെടുക്കാം. അങ്ങനെ വായ ഇട്ട് കൊടുക്കുക. ഓരോന്ന് എപ്പോ തീരാനാണ്? ഓക്കെ, ഒരു മെനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സമ്മതിക്കൂല. കാണുമ്പോ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ കഴിച്ചാലുണ്ടല്ലോ എന്റെ സാറയായിരിക്കും. ഓക്കെ, നമുക്ക് ഇത് കുറച്ച് പൊരിയട്ടെ. സോസേജ് ഉണ്ടാക്കിയത് ടേസ്റ്റ് കൂടിയതുകൊണ്ട് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നി. അപ്പൊ ഹിബയാണ് നമ്മൾ സോസേജ് ഉണ്ടാക്കുന്നത്. ആ റെസിപ്പി ആര്യതാണെങ്കിലും കട്ട് ചെയ്യുന്നത് ഹിബയാണ്. ആര്യാസ് മുട്ട ഒഴിക്കൽ. ആര്യക്ക് അപ്പോൾ വീണ്ടും കട്ടിങ് ആണ്. കുട്ടി കട്ടിങ്ങിലാണ്. കട്ടിങ്ങിന് അല്ല, ബിരുദാന്തരം എന്ന് വെച്ചാല് ഡിഗ്രി കഴിഞ്ഞ് PG പഠിക്കുന്നത്. ഓ, ഈ ആഷ്ന ബിരുദാന്തരം. ഞാൻ ബിരുദുള്ളൂ. ആര്യൊക്കെ ഒന്നുമില്ല. ടേസ്റ്റ് നോക്കി നമ്മൾക്ക് ഇത് തീർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും മുട്ട വച്ചാം. അപ്പൊ നമ്മള് സെർവ് ചെയ്യാണ്. ചോറായി, പയറുപ്പേരി, നമ്മള് വറവ് എന്ന് പറയാം. നിങ്ങൾ എന്താ പറയാ? ഉപ്പേരിനെ കറി. ഇവര് കറി എന്നാ പറയാ.
സോസേജ്. പുതിയ പ്ലേറ്റ് എടുത്ത് ഇനി എന്താ സൈഡിൽ ഗൈസ് ഇവിടെ ഒരു രസത്തിന് ഫുള്ളായിട്ട് വെക്കും, പിന്നെ അതിന്റെ പകുതി എടുക്കുന്ന പറഞ്ഞത് പ്രശ്നം. ഗൈസ് നോക്ക്, വാവ്. ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. കഴിച്ചു കാണിച്ചോക്കെ. ചോറ്, തൈരും ചോറും കറിയും. കറിയല്ല, ഉപ്പേരി. ഉപ്പേരി. അതിലോട്ടേക്ക് 2 സോസേജ് ഇങ്ങനെ വെക്കാം, ഒരു മുട്ട വെച്ച് ഇങ്ങനെ വെക്കാം, ഒന്നാകെ ഇങ്ങനെ കയ്യിലെടുക്കാം. കഷ്ണം മാങ്ങ അടിക്കും. ഒന്നാകെ വായിലിട്ട് എന്തിനു ഹായ് പറ. ഹായ്. ഹായ് മാം. മാമിന്റെ ഔട്ട്ഫിറ്റ് കോസ്റ്റ് ഒന്ന് പറയോ? ഗൈസ് ക്രിസ്ത്യൻ ഡിയോറിന്റെ ബാഗാണ്. കാണിച്ചോടി. ആ ഒറിജിനൽ ഡിയോറിന്റെ പേര് കാണിച്ചോടി. അരിസ്റ്റ ഡിയോർ. ചെരുപ്പാണി കൊടുക്ക്. ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് പാർക്കിലോട്ടാണ്. ഗൈസ് ദ എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദിസ് വ്ലോഗ്. അടിപൊളി പാർക്കല്ല, മ്യൂസിയം. ചിരിക്കില്ല, നമ്മള് വലിയ ആൾക്കാരാണ്, നമ്മളങ്ങനെ ചിരിക്കാൻ പറ്റില്ല. നാട്ടുകാർ മൊത്തം നമ്മളെ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മള് മൈൻഡാക്കും. നമ്മള് പട്ടിഷോ ഗൈസ്. ഇവിടുത്തെ വ്യൂ ഉണ്ട് ഗൈസ്. വ്യൂ അല്ല, അതുകൊണ്ട് എമർജൻസി എക്സിറ്റ് ലിഫ്റ്റില് പെട്ടെന്ന് ചാടാം. ഇതാണ് നമ്മുടെ ഗുബൈബ മെട്രോ സ്റ്റേഷൻ. അതാ ഗുബൈബ. തളർന്നോ? 2 മിനിറ്റിൽ തളർന്നു. ചൂടാണ്, ഒട്ടും പറ്റുന്നില്ല. ധർമ്മ കണ്ട ഗ്രോസറി ഇവളിത് എന്താ എല്ലാരും ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് കണ്ട വേറൊരു സ്ട്രീറ്റ് എത്തിയ പോലെ, വേറൊരു നാട്ടില്. കളിക്കാം, കുട്ടികൾ കളിക്കാം. ഇതൊക്കെ ഒരു മറ്റേ മെയ്സിലൊക്കെ അകപ്പെട്ട പോലെ ഒരേ സംഭവമാണ്. നമുക്കൊരു എന്താ പറയാ, എന്താ നമ്മളെ പ്രേത കൊട്ടാരം. ഇതിന്റെ ഉള്ളിൽ നോക്ക്. തളർന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ കണ്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഈ ലേക്ക് നോക്കിയിട്ട് ലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക, രാത്രി വെള്ളം നോക്കിയിരിക്കുക, സങ്കടങ്ങൾ വെള്ളത്തിലൂടെ തീർക്കുക. എത്രമാത്രം സങ്കടം ചെക്കനില്ലാത്താണോ? ആ ഇത് ഞാൻ പറഞ്ഞത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ. ഇത് കുറെ എന്തൊക്കെയുണ്ട്. So guys, the vlog ends here. Introvert Arya, say hi. Say bye. Bye. Para. എനിക്കും കുറേ സാധനങ്ങൾ. ബൈ 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 ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇവിടെ എത്ര വിശേഷം. ബൈ.